ഹലോ ഗൈസ്, എൻ്റെ പേര് ബിൻഡോ എന്നാണ്. ഞാൻ ഇപ്പോഴത്തെ വിവാദമായി കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നത്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹംഗ്രി മൃണാൾ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് ഇപ്പോൾ ഭയങ്കര വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൽ ഞാൻ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ വന്നെന്നുള്ളൂ. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൃണാൾ ഹംഗ്രി മൃണാൾ റെസ്റ്റോറൻറ്റ്, അപ്പോൾ അതിൻ്റെ പല അഭിപ്രായങ്ങളും ഭയങ്കര അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ എനിക്കിപ്പോൾ പല കാര്യങ്ങൾ എനിക്ക് ശരിയെന്നും തെറ്റെന്നൊക്കെ തോന്നി. പിന്നെ അതിൽ കുറേ കാര്യങ്ങളൊക്കെ മൃണാൾ ചെയ്യുന്ന കാര്യങ്ങൾ ഭയങ്കര സംഭവമാണ്, ചില കാര്യങ്ങൾ ഒന്നുമല്ല. അത് ഭയങ്കര ബിഗ് സീറോയാണ്. ഓരോ അഭിപ്രായങ്ങൾ എന്താ പറയുക, ആ അഭിപ്രായത്തോട് ഒട്ടും യോജിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ, മൃണാളുടെ പ്രശ്നങ്ങൾക്കുള്ള വഴികൾ ഇരുന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നുവെച്ചാൽ ആളെന്തോ കുറേ സംഭവമാണെന്ന് പറഞ്ഞ് വഴികളൊക്കെ ഒരുക്കി അത് ഞാൻ സംഭവമാണ് എന്ന് വരുത്തി കാണിച്ച എല്ലാവരും അവസാനം റെസ്റ്റോറൻറ്റ് തുടങ്ങി ബിസിനസ് പരമായ കാര്യങ്ങളിലേക്ക് ഇറങ്ങി ഇപ്പോൾ അത് തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ ഞാനൊരു ഷെഫാണ്, ഞാനും ഒരു 10-14 വർഷം ഷെഫായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ നമുക്കിതിൻ്റെ എല്ലാ വശങ്ങളും നമുക്ക് മനസ്സിലാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും ഒരു റെസ്റ്റോറൻറ്റ് ഇങ്ങനെ തുടങ്ങി അതെങ്ങനെയാണ് നമ്മൊരു കൊച്ചു കുട്ടികളെ നോക്കണ പോലെയാണ് നമ്മൾ അത് തുടക്കത്തിൽ തുടങ്ങുന്നത്. അത് തുടങ്ങി അത്രയും ബുദ്ധിമുട്ടുകൾ അത്രയും സഹനങ്ങളോടുകൂടി മുമ്പോട്ട് വന്ന് അത് കഴിഞ്ഞ് അതിനെ ഒരു ബിസിനസ്സിലേക്ക് ഒരു വഴിയൊരുക്കി എല്ലാം ഒരു സെറ്റപ്പൊക്കെ ആയി വന്നു കഴിയുമ്പോൾ ഏതെങ്കിലും ആൾക്കാരുകളൊക്കെ, അതും ഇത്തിരി ഫേമസ് ആയി ഇത്തിരി ഞാൻ സംഭവമാണെന്ന് തോന്നിക്കുന്ന ആൾക്കാരുകളൊക്കെ വന്ന് കുറേ എന്തൊക്കെയോ പറഞ്ഞ് ചെറിയ അന്നത്തെ ദിവസത്തെ ഇപ്പോൾ ഒരു ഷെഫ് ഉണ്ടാക്കുന്ന ഫുഡ് എന്നും ഒരേ സെയിം എല്ലാം ആവണമെന്ന് ഉണ്ടാവില്ല. അന്നത്തെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വേരിയേഷൻസ് വയ്ക്കുമ്പോൾ ചിലപ്പോൾ ഒന്നുണ്ടായിരിക്കാം. നമ്മൾ അത് അങ്ങനെയല്ല, നമ്മൾ റെസിപ്പിക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. അല്ലാത്ത റെസ്റ്റോറൻറ്റ്സിലേക്ക് ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ഈ കൈപ്പുണ്യം അങ്ങനത്തുള്ള സംഭവങ്ങൾ വെച്ച് നോക്കുന്ന ഷെഫ്മാർക്ക് അവരുടെ മൂഡ് പോലെ എന്തെങ്കിലുമൊക്കെ വേരിയേഷൻസ് സംഭവിക്കാം ഫുഡുകൾക്ക്. അപ്പോൾ അന്നത്തെ ചിലപ്പോൾ മൃണാൾ വന്ന് ടേസ്റ്റ് ചെയ്യുന്ന ദിവസത്തെ ഒരു വേരിയേഷൻസിൻ്റെ ആ ഒരു പോരായ്മ അന്ന് അയാൾ എടുത്തു കാട്ടി അയാൾക്ക് ആ റെസ്റ്റോറൻറ്റിൻ്റെ ഫുള്ള് ഇല്ലാണ്ടാക്കുന്ന രീതിയിലുള്ള കമൻസൊക്കെ പറഞ്ഞ് ആ റെസ്റ്റോറൻറ്റ്സിനെ പൂട്ടിക്കേണ്ട വരെ അവസ്ഥകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതല്ല ഞാനിപ്പോൾ സംസാരിക്കണേ, അത് ഓർക്കണമായിരുന്നു അന്ന് മൃണാൾ. ഞാനൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയാൽ എനിക്കും ഇത് സംഭവിക്കുമെന്ന് അന്ന് ആലോചിക്കേണ്ടതായിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഫസ്റ്റ് സംഭവം ഞാൻ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മൃണാൾ തുടങ്ങിയപ്പോൾ ഹംഗ്രി മൃണാൾ റെസ്റ്റോറൻറ്റ് തുടങ്ങിയപ്പോൾ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നു. എന്നിട്ട് മാക്ഡോണൽഡ്സിനെ പോലെ ഞാൻ എൻ്റെ ഫുഡ് ഞാനിവിടെ ഓർഡർ എടുത്ത് അവർക്ക് വേസ്റ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ഒരു എന്താ പറയുക കാൽക്കുലേഷനായിട്ടുള്ള ഒരു മെനു തുടങ്ങി. ആ മെനുവിൽ നല്ല ഓർഗനൈസിങ് സിസ്റ്റം തുടങ്ങി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊരു ഫൂളിഷ്നെസ്സാണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു മീൽസും സ്നാക്സും തമ്മിൽ ഭയങ്കര വേരിയേഷൻസാണ്. ഒരു മീൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചോറ് അതിൽ കൂടെ കറികൾ അങ്ങനെ കഴിക്കുന്ന ഒരു ഫുഡും, പിന്നെ സ്നാക്സ് ഒരു ബർഗർ, ചിക്കൻ നഗറ്റ്സ്, അങ്ങനെ ആ ഒരു കാറ്റഗറി ഭയങ്കര ടോട്ടലി ഡിഫറൻസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരു ബർഗർ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന ഒരു ബർഗർ ഫിനിഷായി. ഇപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന ഫിനിഷായി കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഭക്ഷണം കഴിക്കുന്നിടത്തുനിന്ന് നമുക്ക് എഴുന്നേറ്റ് പോയി വേണമെങ്കിൽ ഒരു ബർഗർ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്ന് കഴിക്കാം. പക്ഷെ നമ്മൾ ഒരു ചോറ് കൊണ്ടുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ആ ചോറ് നോട്ട് ഇനഫായി തോന്നിയെങ്കിൽ നമ്മൾ ആ ചോറ് കഴിക്കുന്നതിന് ഇടയിൽ കൈ കഴുകിയിട്ട് വീണ്ടും പോയി നമ്മൾ ആ കുറച്ചും കൂടി ചോറ് വേണം ഓർഡർ ചെയ്യാൻ പറ്റുമോ? അതൊരു കൺസെപ്റ്റാണോ? നമുക്കൊരു ഫ്ലോ ഉണ്ട് ഒരു ഫുഡ് മീൽസ് കഴിക്കുന്നതിന്. അത് ഭയങ്കര ഒരു ഫൂളിഷ്നെസ്സാണ്. പിന്നെ അതിലെന്തെങ്കിലും ഒരു ഫുഡ് ഇപ്പോൾ ബാലൻസ് ഉണ്ടാവും നമ്മളതിൽ. ഇപ്പോൾ മീൽസ് കഴിക്കുന്ന ഇടയിൽ ആ മീൽസ് നമ്മൾ ടേബിളിൽ വെച്ച് നമ്മൾ വീണ്ടും ഫുഡ് ഓർഡർ ചെയ്യാൻ പോയി വീണ്ടും ഓർഡർ ചെയ്ത് അത് വെയിറ്റ് ചെയ്ത് അത് കിട്ടി അത് വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്യാന്ന് പറയുന്നത് ഒരു ഫൂളിഷ്നെസ്സാണ്. അപ്പോൾ ഒരിക്കലും ആ കൺസെപ്റ്റ് എനിക്ക് തോന്നുന്നുള്ള ആക്സെപ്റ്റ് ആണെന്ന്. പക്ഷേ ചിലവർക്കൊക്കെ ഇഷ്ടപ്പെടാം. പക്ഷേ അത് ഒരു ഒറ്റ മീൽസ് ഒരു ചെറിയ കാൽക്കുലേഷൻ നേരത്തെ എനിക്ക് ഇത്ര ഭക്ഷണം കഴിക്കണമെന്ന് മുമ്പേ തോന്നിയിരുന്നു, അങ്ങനെ കഴിക്കാം എന്നുള്ള സെറ്റപ്പിലൊന്നും നമുക്ക് ചിന്തിക്കാൻ, അത് എപ്പോഴും മുൻകൂട്ടി കാണാൻ മൃണാൾ പോലെയുള്ള ആൾക്കാർക്ക് പറ്റുമായിരിക്കും. പക്ഷെ നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് പറ്റില്ല, എല്ലാ ആൾക്കാർക്കും പറ്റിയെന്നും വരില്ല. ചിലപ്പോൾ അത് ആ സമയത്ത് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാണ്ട് നമ്മൾ എഴുന്നേറ്റ് പോകേണ്ട ഒരു ഗതികേട് വന്നേരിക്കാം. റെസ്റ്റോറൻറ്റ്സിൽ തന്നെ ഇപ്പോൾ കുറേ കസ്റ്റമറുകളോട് ചോദിച്ചാൽ
അവർ പറയും അവരുടെ സിറ്റുവേഷൻ. പക്ഷെ അത് അവരെ ആ സമയത്ത് ഇനി പോട്ടെ, ഇനിയിപ്പോൾ ഇത്ര മതി, അല്ലെങ്കിൽ അത് പോട്ടെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അവർ ലീവ് ചെയ്ത് പോകുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ അതാണ് എൻ്റെ ഫസ്റ്റ് അഭിപ്രായ വ്യത്യാസം. രണ്ടാമത്തെ ഇപ്പോൾ കോസ്റ്റ് അത് പല അതായത് സാധാരണക്കാർക്കെന്ന് പറഞ്ഞിട്ട് ഇത്രയും കോസ്റ്റ് ഇടേണ്ട കാര്യമില്ല, വേണമെങ്കിൽ ഇത്തിരി കുറയ്ക്കാം. പക്ഷേ മാന്യമായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഒരു നോർമൽ പ്രൈസാണ് ഇത്. വലിയ കൂടുതലൊന്നും എനിക്ക് കേട്ടോടത്തോളം ഞാൻ വന്ന് കണ്ടിട്ടില്ല, ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ ഓരോരുത്തർ പല പല അഭിപ്രായങ്ങൾ പറയുന്നു. മൃണാൾ തന്നെ പറഞ്ഞ അഭിപ്രായങ്ങളിൽ നിന്ന് എടുത്ത് പറയുന്ന ഓരോ കാര്യങ്ങളാണ്. ഞാനിപ്പോൾ UK യിലാണ്, എനിക്കിപ്പോൾ വന്ന് കഴിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഞാൻ. അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും വരുമ്പോൾ ഞാൻ എന്തായാലും കഴിക്കും. പക്ഷേ എനിക്ക് തോന്നിയ കുറേ കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയണത്. അപ്പോൾ അത് ഇതാണ്, ഈ ഒരു അഭിപ്രായം എനിക്ക് യോജിക്കാൻ പറ്റില്ല. പിന്നെ വേറെന്താ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഈച്ചയുടെ ശല്യങ്ങൾ അതൊക്കെ മൃണാൾ തന്നെ മാറ്റി പറഞ്ഞ് പല പ്രശ്നങ്ങളും അത് എല്ലാ റെസ്റ്റോറൻറ്റ്സിലും നമ്മൾ അലട്ടണം. ഓരോ റെസ്റ്റോറൻറ്റ് ഫീൽഡിലുള്ള വർക്ക് ചെയ്യണ ഓരോരുത്തർക്കും അലട്ടണ ഓരോ പ്രശ്നങ്ങളാണിത്. ഇതിപ്പോൾ മൃണാളിനെ സംബന്ധിച്ച് മൃണാൾക്ക് മാത്രം സംഭവിക്കുന്ന കാര്യമല്ല. പക്ഷെ മറ്റുള്ളവരെല്ലാവരും ഇത് ഹൈലൈറ്റ് ചെയ്ത് പറയാൻ കാരണം മൃണാൾ തന്നെ ഇത് വന്ന് വർക്ക് ചെയ്യുക ഓരോ പ്രശ്നങ്ങൾക്ക് വഴിവെച്ച ഓരോ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ പ്രസൻ്റ്ലി ഞാൻ കണ്ടൊരു വീഡിയോ, പുഴു വരണു, കിഴി പൊറോട്ടയിൽ നിന്ന് പുഴു വരണു എന്നുള്ളൊരു, അത് ഒരിക്കലും മൃണാളിനെ കുറ്റം പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും മൃണാൾ അത്രത്തോളം കെയർ ചെയ്തിട്ടായിരിക്കാം ഫുഡ് മറ്റേ ഓരോ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. പക്ഷേ ഇതിൽ ഇപ്പം മൃണാളിനെ പോലെയുള്ള ആൾക്കാർക്ക് കിട്ടുന്ന ദൈവം കൊടുക്കുന്ന പോലെ ശിക്ഷയായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനത്തെ ഒരു പ്രശ്നം വീണ്ടും ആ റെസ്റ്റോറൻറ്റ്സിൽ വീണ്ടും അത് ഹൈലൈറ്റ് ചെയ്ത് വീണ്ടും വന്നത്. എനിക്ക് തോന്നുന്നു, എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നിയൊരു അഭിപ്രായത്തിൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു പ്രശ്നങ്ങളും ഞങ്ങൾക്ക് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നമ്മൾ കടന്നു പോയിട്ടുണ്ട് ഇതിനു മുമ്പ്. ഞാൻ മുമ്പ് വർക്ക് ചെയ്ത റെസ്റ്റോറൻറ്റ്സിലും ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളായിട്ട് ഓരോ പ്രശ്നങ്ങളായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇതിൽ തോന്നിയൊരു വിഷയം ഈ പുഴു വന്ന ഇഷ്യൂ എന്ന് പറയുന്നത്, ഈച്ചയിൽ നിന്ന് ഈച്ച ഒരു പ്രസവം, അതായത് ഈച്ചയുടെ നെക്സ്റ്റ് പ്രൊഡക്ഷൻ വരുന്നത് ഈ പുഴുവായിട്ടാണ് വരണത്. അത് പ്രസവിക്കുമ്പോൾ പുഴുവായിട്ട് അല്ലെങ്കിൽ ഒരു മുട്ട എഗ്ഗ് പോലെ വന്ന് അതിനെ പുഴുവിൻ്റെ സ്റ്റേജിലേക്ക് വന്നിട്ടാണ് പിന്നെ ഇത് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് വരണേ. അപ്പോൾ ഈച്ച കുറച്ചുള്ള നമുക്ക് ഉണ്ടെങ്കിൽ ഈച്ചയിൽ നിന്ന് ഈ ഇഷ്യൂസ് ഉണ്ടാവാം. അപ്പോൾ ഒരു ഈച്ച പറന്ന് വന്ന് ആളുടെ കയ്യിൽമയോ അല്ലെങ്കിൽ ആളുടെ ആ ഇലയമോ വന്നിരുന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമുക്കൊരു ആ പുഴു വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം എന്നാണ് ഞാൻ കണ്ട വീഡിയോ വെച്ചിട്ട് ആ പുഴുവിനെ കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായതാണ്. അപ്പം ഞാനൊരു വീഡിയോ ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യാം, ജസ്റ്റ് ഇതൊന്ന് കണ്ടു നോക്കിയിട്ട് വായോ. അപ്പം നമ്മൾ ആ വീഡിയോ കണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമുക്കൊരു അതിൻ്റെ ഒരു ഇത് തന്നെയാണ് ആ ഈച്ചയിൽ നിന്ന് വന്ന ഒരു പുഴായിരിക്കാം. അതിപ്പോൾ നമ്മൾ മൃണാളിനെ കുറ്റം പറയണോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ കുറ്റം പറയണമെന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാം. അതിൽ മൃണാൾ മാത്രം പാവം എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ എന്താ പറയുക, ദ്രോഹിക്കേണ്ട. അത് പക്ഷെ ദ്രോഹിക്കേണ്ട എന്ന് പറയുന്നിടത്തും മൃണാൾ വന്ന് അഹങ്കരിക്കുന്ന ചില കാര്യങ്ങളും മൃണാൾ വന്ന് പറയുന്ന കാര്യങ്ങൾക്കും ചെറിയ ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ സംസാരിക്കേണ്ട, നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. നമുക്ക് ചില കാര്യങ്ങൾ ഞാനാണ് പുലി എന്ന് പറയാൻ ഉള്ള അതല്ല നമ്മൾ വേണ്ടത്. നമ്മൾ ചില കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണം. റെസ്റ്റോറൻറ്റ്സ് ഓണറായാലും എത്ര അറിയുന്ന ആൾക്കാർക്കും നമുക്ക് എന്തെങ്കിലും കുറവുകൾ വരാം. ആ കുറവുകൾ വരുമ്പോൾ നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഇഷ്യൂസ് കുറച്ച് നോർമലായി കുറച്ച് കാര്യങ്ങളൊക്കെ. ഇപ്പം നമ്മുടെ കസ്റ്റമർ കിങ്സ് എന്നാണ് നമ്മൾ എപ്പോഴും പറയുക. നമ്മുടെ കസ്റ്റമറുകൾ എപ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങളെ അഭിപ്രായത്തോട് യോജിച്ച് അഭിപ്രായത്തിൽ എന്തെങ്കിലും നമുക്ക് ചേഞ്ചസ് വരുത്തണമെങ്കിൽ അത് നമ്മൾ വരുത്തുന്നത് ഇതൊരു കുറവല്ല, അതൊരു അഹങ്കാരമായിട്ട് നമുക്ക് ഇതാക്കണ്ട. നമുക്ക് ഓക്കെ, നമ്മൾ കസ്റ്റമർ അങ്ങനെ ഒരു സജഷൻ പറഞ്ഞു, അത് നമുക്ക് അഭിപ്രായത്തോട് നല്ലതാണെങ്കിൽ അത് നമുക്ക് മാറ്റണമെന്ന് ഒരു തെറ്റുമില്ല. അത് നല്ലൊരു അഭിപ്രായമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പറയണത്, അങ്ങനെ ചേഞ്ചസ് വരുത്തുമ്പോഴാണ് നമുക്കൊരു സക്സസ്ഫുള്ളായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ടേസ്റ്റ് വൈസ് എല്ലാവരും പറഞ്ഞു, അത്യാവശ്യം ആൾക്കാർക്കും പറഞ്ഞു അത്യാവശ്യം നല്ല ഫുഡാണ് എന്ന് പറഞ്ഞ്. പക്ഷെ ചില ആൾക്കാരുകൾ മാത്രം ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, ചൂടില്ലാത്ത കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ആഡ് ഓൺ ചെയ്ത് ചേഞ്ചസ് വരുത്താൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ്.
അപ്പോൾ ഇങ്ങനത്തെ ചെറിയ കുറച്ച് കാര്യങ്ങൾ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ മൃണാളിൻ്റെ റെസ്റ്റോറൻറ്റ്സും പ്ലസ് നമ്മുടെ എല്ലാ റെസ്റ്റോറൻറ്റ്സും നമുക്ക് എല്ലാ റെസ്റ്റോറൻറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിലും നമുക്ക് ഇങ്ങനത്തെ ചില കുറവുകളൊക്കെ നികത്തി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കട്ടെ. ഓക്കെ, താങ്ക് യു.